നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റുള്ള ഡക്കാത്തുള്ളൻ്റെ തൊട്ട് മുമ്പിലാണ്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ എൻ്റെ ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളൊക്കെ വരുന്ന ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളെ തൊട്ട് മുമ്പിലുള്ളത് മാമ്പുഴ പാലമാണ്. NH-66 ഭാഗമായിട്ട് നിലവിലുള്ള പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാലം വരുന്നത്. ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൈവരി വെക്കാൻ വേണ്ടി കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. നിലവിലുള്ള പാലത്തിൻ്റെ തൊട്ടടുത്ത് വലതുഭാഗത്തും ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് മെയ് 1-ാം തീയതിയാണ്. അതിനുശേഷം ചെറുതായിട്ടൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്ന് അങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയത്. അപ്പോൾ നമ്മളെ നാട്ടിൽ മഴയൊക്കെ പെയ്തതിൻ്റെ ശേഷം ഇവിടെ നല്ല വെള്ളമാണെന്നാണ് അറിയാൻ പറ്റിയത്. കറണ്ട് അപ്ഡേഷനൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നതായിരുന്നു. പക്ഷേ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഏതായാലും എടുത്തതല്ലേ, അതുകൊണ്ട് അപ്ലോഡ് ചെയ്താലേ ഈ മഴയ്ക്കൊക്കെ മുമ്പ്, മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് ഇവിടെ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ അവസ്ഥ, നേരിട്ടുള്ള അവസ്ഥകളൊന്നും എനിക്കറിയില്ല. ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്കറിയുന്നത്. ഇപ്പോഴും ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ട്. ഇനി ഒരുപാട് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ വോയിസ് കൊടുക്കുന്നത്. വോയിസിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ ഒരു അണ്ടർപാസ് കാണാം. ഈ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതുഭാഗത്തൊരു കുഴിയുണ്ട്. അതിലിപ്പോൾ ഓൾറെഡി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വലിയ രീതിയിൽ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് എടുത്തതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് ആദ്യം ഉണ്ടായിരുന്ന റോഡിലൂടെ തന്നെയാണ്. മഴ പെയ്തതിൻ്റെ ശേഷം നമ്മുടെ നാട്ടിൽ അണ്ടർപാസിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കുന്നതും ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കാം ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അഥവാ വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ വലിയ മഴ വരുന്നതിൻ്റെ മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എഞ്ചിനീയർമാർ ശരിയാക്കട്ടെ. പന്തീരങ്കാവ് ഭാഗത്ത് കോൺക്രീറ്റിന് വിള്ളൽ വന്നത് വേറൊരു സംഭവം. ഇത് ആരും അറിയാതെ അതിൻ്റെ ഉള്ളിലേക്ക് സിമെൻറ്റ് മിക്സ് ഫില്ല് ചെയ്ത് അത് ശരിയാക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇത് നാട്ടുകാരെ അറിഞ്ഞിട്ട് അത് നിർത്തിവെപ്പിച്ച്. ഇങ്ങനെ പല പ്രശ്നങ്ങളും പല സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക, മറ്റുള്ളവരും കൂടിയൊക്കെ ഒന്ന് അറിയട്ടെ. അക്ബർ കൊട്ടാരത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നാലും ഏറ്റവും പുതിയ അപ്ഡേഷൻസൊക്കെ വരുന്നത് യൂട്യൂബിലായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഫേസ്ബുക്ക് പേജിൽ വരുന്നത്. വീഡിയോ കാണുന്നതോടൊപ്പം ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണം. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇവിടെ എത്തുമ്പോൾ വലതു ഭാഗത്താണ് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇടത് ഭാഗത്ത് ഗർഡറിൻ്റെ പ്രീകാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാണ്. ഇവിടെ എത്തുമ്പോൾ ഇടത് ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രെയിനേജിൻ്റെ വർക്കും ഇടത് ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് റോഡിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ്. ഇടത് ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. വലത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതെടുത്തതിൻ്റെ ശേഷം മാത്രമാണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുക. ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക്, ടാറിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്ത് ഇവിടെ ഇനിയും പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റേണ്ടതായിട്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് അവിടെ വർക്ക് വരുള്ളൂ. ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മെട്രോമെഡ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. മെട്രോമെഡ് ഹോസ്പിറ്റലിലേക്ക് വന്ന വാഹനങ്ങളാണ് റോഡിൻ്റെ ഇടത് ഭാഗത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാനൊന്നും ഇവിടെ പറ്റില്ല. കുറച്ചധികം വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇതിലൂടെയൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് പോകുന്നത് കുറച്ച് ഉയരത്തിലൂടെയാണ്. ഇവിടുന്ന് പാറ പൊട്ടിക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്ത് പാറ പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് അവിടെ റോഡ് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഹൈവേയിലൂടെ തന്നെയാണ്. ഇവിടെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ തന്നെയാണ് അവസ്ഥ. കരിങ്കല്ലിൻ്റെ പാറയാണ്. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ ഇടത് ഭാഗത്ത് റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾക്ക് പാറ പൊട്ടിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മെഷീൻ്റെ സഹായത്തോടെ വേറെ ഒരുപാട് തൊഴിലാളികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടിച്ച പാറയൊക്കെ വേറൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വരും. വാഹനങ്ങളൊക്കെ പോകുന്നത്
ആദ്യം ഉണ്ടായിരുന്ന ഹൈവേ കൂടെ തന്നെയാണ്. ഇടത് ഭാഗത്ത് അതേപോലെ തന്നെ പാറകൾ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പൊരി വെയിലത്താണ് ഈ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ചൂടായിരിക്കും. അത്യാവശ്യം ഡേഞ്ചറൊക്കെ ഉള്ളൊരു വർക്കാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ മെല്ലെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്കാണ്. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡ് വരേണ്ടതാണ്. അതിൻ്റെ വർക്കാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കും അതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്താണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഫ്ലൈ ഓവറാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോഴിക്കോടുള്ള അത്യാവശ്യം ഫേമസ് ആയ മാളുകളിലൊന്നാണ് ഹൈലൈറ്റ് മാള്. ഈ മാളിൻ്റെ തൊട്ട് മുമ്പ് കൂടി തന്നെയാണ് NH-66 കടന്നു പോകുന്നത്. പണ്ട് കാലത്ത് മാൾ എന്നുള്ളൊരു സംഭവമൊന്നും നമ്മളെ നാട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കാലത്തായിരുന്നു കാലിക്കറ്റ് ഫോക്കസ് മാൾ എന്ന് പറഞ്ഞൊരു മാൾ വരുന്നത്. ഞാനൊക്കെ ആദ്യമായിട്ട് മാൾ എന്നുള്ളൊരു സംഭവം അനുഭവിച്ചറിയുന്നത് ഫോക്കസ് മാളിൽ കയറിയിട്ടാണ്. ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറുന്നതൊക്കെ ഫോക്കസ് മാളിൽ നിന്നാണ്. അതിന് ശേഷമാണ് ഹൈലൈറ്റ് മാളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഫോക്കസ് മാളിൻ്റെ പ്രത്യേകത കോഴിക്കോടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ആ മാളുള്ളത്. ബസ്സിലും ട്രെയിനിലൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഫോക്കസ് മാളിൽ എത്തിപ്പെടാൻ പറ്റും. പക്ഷേ ഹൈലൈറ്റ് മാളിൽ എത്തണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്കാണ് അധികം ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. വേറൊരു വർക്കും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് സിമെൻ്റ് കൊണ്ട് ഇങ്ങനെ ചതുരാകൃതിയിലുള്ളൊരു തടയണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഫില്ല് ചെയ്ത് വെക്കാനുള്ളതാണ്. ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തും കമ്പികൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കോൺക്രീറ്റ് വരാനുള്ളതാണ്, ക്രാഷ് ബാരിയർ വരാനുള്ളതാണ്. അവിടെ അത്യാവശ്യം നല്ല നീളത്തിലാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ വരുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിലവിലുണ്ടായിരുന്ന റോഡിലൂടെയാണ്. ഇവിടെയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ എൻഡ് വരുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തുനിന്ന് റോഡ് നേരെ വലത് ഭാഗത്തേക്കാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇടത് ഭാഗത്ത് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് വരുന്നുണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയതിന് ശേഷമാണ് അവിടെ റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫ്ലൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ആണ്. ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റേതായിട്ട് ഒരു വർക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് വാഹനം
ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് 2 എപ്പിസോഡും കൂടി വരാനുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം.